ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. തുടർന്ന് മഹാപ്രഭു ദണ്ഡക മഹാരണ്യത്തിലേക്കാണ് എത്തിയത്. അതിവിജനവും മതഗജങ്ങളാൽ മതിതവും സിംഹവ്യാഘ്രാദികളായ ഘോരമൃഗങ്ങളാൽ പൂരിതവുമായ ദുർഗമ വനത്തിൽ നടക്കുന്ന അവരെ നേരിട്ട് അതിശക്തനായ വിരാതൻ വന്നെടുത്തു. ആകാശം ഭേദിക്കത്തക്ക ശക്തിയിൽ അലറി മഹാപരിക തുല്യങ്ങളായ ബാഹുക്കൾ ഉയർത്തി പാഞ്ഞു വരുന്ന ആ നക്തഞ്ചരനെ വലിയൊരു കുഴിയിലേക്ക് ആനയെപ്പോലെ മറിച്ചിട്ട് മൺകപ്പിച്ചു. സാധാരണക്കാർക്ക് ഒരിക്കലും കഴിയാത്ത ഈ കാര്യം ചെയ്ത ശ്രീരാമലക്ഷ്മണന്മാർ സന്ധ്യാസമയം ആയപ്പോഴേക്കും ശരഭംഗ ആശ്രമത്തിലേക്കാണ് എത്തിയത്. ബ്രഹ്മർഷി വര്യൻ വിണ്ണേറിയ ശേഷം പുറപ്പെട്ട സത്യപരാക്രമി മാമുനിമാരെ വന്ദിച്ച് ജനസ്ഥാനത്തിൽ ചെന്നു ചേർന്നു. അവിടെ വെച്ചാണ് ശൂർപ്പണഖ ദേവന്റെ സന്നിധിയിൽ എത്തിയത്. ആക്രമിക്കാൻ തുടങ്ങിയ നിശാചരിയെ മഹാബലവാനായ ലക്ഷ്മണകുമാരൻ കൽപ്പനയനുസരിച്ച് ഖഡ്ഗം കൊണ്ട് ചെവിയും മൂക്കും അറുത്തിട്ടു. കൊടും ക്രൂരകൃത്യങ്ങൾ നിരന്തരം ചെയ്യുന്ന 14,000 അരക്കന്മാരെ ദണ്ഡകാരണ്യത്തിൽ സ്വച്ഛന്തം സഞ്ചരിച്ച് തപോവിഘ്നാദികൾ ചെയ്യുന്ന മഹാവീര്യബലം എന്ന ദുഷ്ടന്മാരെ മഹാപ്രഭു ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് നിഗ്രഹിച്ചു. പരന്തപനായ തന്തിരുവടിക്ക് അതിന് വെറും 3 നാഴിക സമയമേ വേണ്ടി വന്നുള്ളൂ. അതുല്യ ശക്തരിൽ അദ്വിതീയരായ ദൂഷണനെയും, രണ്ടാമത് ത്രിശിരസിനെയും, മൂന്നാമത് കരനെയും കാകുൽസ്ഥൻ അന്ധകാലയത്തിൽ എത്തിച്ചു. സഹോദരന്മാരും സൈന്യവും നശിച്ചതിനാൽ ദുഃഖിതയും പരിക്കുകൊണ്ട് വികൃതയുമായ മൂഢശൂർപ്പണഖ രാവണാന്തികത്തിൽ ചെന്ന് വിലപിച്ചു. മാരീചൻ എന്നു പേരായ ഘോര രാക്ഷസൻ രാക്ഷസേശ്വരന്റെ കൽപ്പനയനുസരിച്ച് ഒരു രത്നമാനായി ചെന്ന് സീതാദേവിയെ പ്രലോഭിപ്പിച്ചു. മനോമോഹനമായ ഈ മൃഗം നമ്മുടെ പർണശാലയ്ക്ക് മോടി കൂട്ടും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് പിടിച്ചു തരണമെന്ന് ദേവി അഭ്യർത്ഥിച്ചു. സത്യപരാക്രമിയായ പരന്തവൻ ബില്ലെടുത്തു. ഓടിച്ചാടി തുള്ളി കളിക്കുന്ന മാനിനെ അനുഗമിച്ചു. അവസാനം ജീവനോടെ അതിനെ പിടികൂടുവാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ അവിടുന്ന് നിശിതമായൊരു ശരമയച്ച് ആ സ്വർണ്ണമാനിനെ നിഗ്രഹിച്ചു. സൗമ്യനായ രഘുവരകുമാര, മൃഗത്തിന്റെ പിന്നാലെ എഴുന്നള്ളിയ അഗ്രജനെ അന്വേഷിച്ച് ലക്ഷ്മണൻ പർണശാലയിൽ നിന്ന് പുറത്തേക്ക് പോന്ന തക്കത്തിൽ രാവണൻ അകത്തേക്ക് കടന്നു. അമ്പരത്തിൽ രോഹിണി നക്ഷത്രത്തെ ചൊവ്വാഗ്രഹം പോലെ ബാധിച്ചു. ദേവിയെ രക്ഷിക്കുവാൻ ശ്രമിച്ച ഗൃധ്രരാജ ജടായുവിനെ യുദ്ധത്തിൽ കൊന്ന ദശാനനൻ ദേവിയെയുമേന്തി അതിവേഗത്തിൽ ആകാശഗമനം തുടങ്ങി. മാമലയിൽ ഇരിക്കുന്നവരും അത്ഭുതരൂപികളും ഗിരിതുല്യ ശരീരികളുമായ വാനരന്മാർ അരക്കർക്കോൻ ദേവിയെ കൊണ്ടുപോകുന്നത് കാണുകയുണ്ടായി. ലോകകണ്ടകനായ രാവണൻ മനോവേഗമുള്ള പുഷ്പകത്തിൽ കയറി പെട്ടെന്ന് ലങ്കയിൽ എത്തിച്ചേർന്നു. സ്വർണ്ണ നിർമ്മിതമായ കൊട്ടാരത്തിൽ ദേവിയെ കൊണ്ടുപോയി. പല വിധത്തിലുള്ള സാന്ത്വനങ്ങളും പറഞ്ഞു നോക്കി. ആ വാക്കുകളെയും രാക്ഷസ പെരുമാളെയും പുല്ലുപോലെയാണ് ദേവി തള്ളിക്കളഞ്ഞത്. അശോകവനികയിൽ ദുഃഖസംതപ്തയായ ജനകാത്മജ ജീവസന്ധാരണം ചെയ്തുകൊണ്ട് കഴിച്ചുകൂട്ടി. കൊടിയ കാനനത്തിൽ വെച്ച് മാനിനെ വധിച്ച് സ്വാമി മടങ്ങുമ്പോൾ ഹതനായി കിടക്കുന്ന ജടായുവിനെ കണ്ട് അതീവ ദുഃഖിച്ചു. പിതാവിൻ്റെ ആത്മസുഹൃത്തായിരുന്ന ആ ഗൃധ്രരാജാവിനെ സൗമിത്രിയോടുകൂടി അവിടുന്ന് തന്നെ സംസ്കരിച്ച് ദേവിയെയും ആരാഞ്ഞ് നടന്നു തുടങ്ങി. പൂവണിഞ്ഞ മനോഹര ആരണ്യങ്ങളിൽ നിർമ്മല ജലപ്രവാഹമുള്ള ഗോദാവരിയുടെ തീരങ്ങളിൽ ആരായുമ്പോഴാണ് കബന്ധൻ എന്നു പേരായ നിശാചരേന്ദ്രനെ കണ്ടത്. സത്യപരാക്രമിയായ ശ്രീരാമദേവൻ കബന്ധന്റെ വാക്കുകൾ അനുസരിച്ച് ഋഷ്യമൂഖാദ്രിയിൽ വന്ന് വാനര പ്രമുഖൻ സുഗ്രീവനോടുകൂടി സഖ്യം ചെയ്തു. സന്തുഷ്ടമാനസരായ അവർക്ക് അന്യോന്യം ഗാഢമൈത്രിയും ഉദിച്ചു. മനസ്സുകൊണ്ട് ഏറ്റവും അടുത്തു. ക്രുദ്ധനായ ബാലിയാൽ നാട്ടിൽ നിന്നും പായിക്കപ്പെട്ടവനാണ് സുഗ്രീവൻ. വർത്തമാനങ്ങൾ പരസ്പരം പറഞ്ഞപ്പോൾ വേരുറച്ച സ്നേഹമുണ്ടായ സ്വാമി സ്വബാഹുബലത്താൽ ബാലിയെ രണത്തിൽ നിഗ്രഹിച്ച് നാട് സുഗ്രീവന് നൽകി. മഹാകൂറ്റനും കരുത്തനുമായ ബാലിയെ വധിക്കുവാൻ മഹാപ്രഭുവിന് ഒരൊറ്റ ശരമേ വേണ്ടി വന്നുള്ളൂ. സർവവാനര സംയുക്തനായ സുഗ്രീവൻ വാനര രാജാവായി സീതാദേവിയെ അന്വേഷിക്കുവാൻ സ്വയമായി ഏറ്റ് 10 കോടി പ്ലവക മുഖ്യന്മാരെ 4 ദിക്കിലേക്കും പറഞ്ഞയച്ചു. മഹാത്മാവായ സുഗ്രീവന്റെ ആജ്ഞയനുസരിച്ച് ദക്ഷിണ ദിക്കിൽ ആരായുന്ന ഞങ്ങൾ വിന്ധ്യാദ്രിയിലുള്ള ഒരു ഗുഹയിൽപ്പെട്ട് ദിവസങ്ങൾ കുറച്ചധികം കഴിഞ്ഞു.
വ്യസനാക്രാന്തരായി ജീവൻ വെടിയുവാൻ തീരുമാനിച്ചപ്പോൾ ജടായു സഹോദരൻ സമ്പാതി വീരൻ സീതാദേവി രാവണ ഭവനത്തിലുണ്ട് എന്ന് സത്വർത്തമാനം പറഞ്ഞു തന്നു. പ്രഭോ, ധീനരായ കവികളുടെ ദുഃഖമകറ്റുവാൻ സ്വവീര്യബലമിയെന്ന 100 യോജന ദൂരം സാഗരം ചാടിക്കടന്ന് ഞാൻ ലങ്കയിലെത്തി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.